പ്രിയപ്പെട്ടവരെ, പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. പിന്നീട് 142 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടം 29-നും വിധിയെഴുതും. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജയിൽപാൽഗുരി, ഡാർജിലിംഗ്, മുർഷിദാബാദ്, മാൾഡ അടക്കമുള്ള മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. SIR-ൽ നിന്ന് പുറത്തായവർ നൽകിയ 34 ലക്ഷം അപ്പീലുകളിൽ 139 പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചത്. അപേക്ഷകളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയെന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതേസമയം രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ കൊഴുപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. നോബൽ ബാരിക്കാരൻ തത്സമയം ചേരുന്നുണ്ട് ബംഗാളിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്. ബംഗാളിൽ ആദ്യഘട്ടം ഇന്ന് വിധി എഴുതുകയാണ്. രാവിലെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ടോ? പോരാട്ടം വലിയ കാടിളക്കിയുള്ള പ്രചരണമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. SIR-ലെ പട്ടിക അവസാനം എത്തുന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അതിൽ കടന്നുകൂടാൻ സാധിച്ചിരിക്കുന്നത്. ഇക്കുറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും SIR ബംഗാളിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? നോബൽ ബാരിക്കാരൻ, എങ്ങനെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് ബംഗാളിൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. പശ്ചിമ ബംഗാൾ ഇന്നിപ്പോൾ ഒന്നാം ഘട്ടം വിധി എഴുതുകയാണ്. മോദിയോ ദീദിയോ എന്ന ചോദ്യമാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് ദേശീയ പാർട്ടിയായി BJP, മറുവശത്ത് പ്രാദേശിക പാർട്ടിയായി TMC. വലിയ തരത്തിൽ പോരാട്ടം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാടടച്ചുള്ള പ്രചരണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉണ്ടായത്. ഇന്നിപ്പോൾ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഒട്ടുമിക്ക പോളിംഗ് ബൂത്തിലും വലിയ ക്യൂ ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പോളിംഗ് ശതമാനം, പ്രത്യേകിച്ച് SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാം ഉള്ളത്. മൊത്തം 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 1478 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രത്യേകിച്ച് നന്ദിഗ്രാം പോലെയുള്ള പ്രധാനപ്പെട്ട സുവേന്ദു അധികാരി, നിലവിലത്തെ പ്രതിപക്ഷ നേതാവ്, BJP-യുടെ മുഖ്യമന്ത്രി മുഖം, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരരംഗത്ത് ഇന്നിപ്പോൾ ഉണ്ട്. മുർഷിദാബാദിലാണെങ്കിൽ അധിർ രഞ്ജൻ ചൗധരിയുടെ, അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇന്നിപ്പോൾ ജനവിധി തേടുന്ന ദിവസം കൂടിയാണ്. മമതാ ബാനർജി നാളെ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ സുരക്ഷ അടക്കം ഒരുക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം 8 ഘട്ടമായാണ് പശ്ചിമ ബംഗാളിൽ വോട്ടിംഗ് പൂർത്തിയാക്കുന്നത്. ഇത്തവണ 2 ഘട്ടം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളടക്കം ഉണ്ട് എന്നാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സുരക്ഷാ ഏജൻസികളെ, ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SIR തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായക ഘടകമാവുക എന്ന് വേണം വിലയിരുത്താൻ. കാരണം മൊത്തം 90 ലക്ഷം വോട്ടർമാർ വെട്ടിപ്പോയിട്ടുണ്ട് എന്ന് TMC അടക്കം ആരോപണം ഉന്നയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ നേരിയ മാർജിനിൽ വിജയിച്ച മണ്ഡലങ്ങളിലൊക്കെ ഇതൊരു തിരിച്ചടിയാക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടുകൾ വെട്ടിപ്പോയിരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും തുണക്കിയ തൃണമൂൽ കോൺഗ്രസിനെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂനപക്ഷ ബെൽറ്റിൽ കഴിഞ്ഞ ബാനർജിക്കും ആശങ്കയുണ്ടാക്കുന്ന നോബൽ ബാരിക്കാരൻ, പല ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് തങ്ങളുടെ അക്കൗണ്ടിൽ ഇത് പോകുന്നതാണെന്ന് മമതാ ബാനർജിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തമിഴ്നാട്ടിലെ യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. SIR-ന്റെ പേരിൽ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇപ്പോൾ സമയം 7:58 ആയിരിക്കുന്നു. സർ, ഞാൻ കന്യാകുമാരിയിലാണ്. ഇവിടെ എല്ലാവർക്കും, എല്ലാ പാർട്ടിക്കാരും പണം ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പണമാണ് മുഖ്യൻ എന്ന് ഒരു പ്രേക്ഷകൻ VS സുലൈമാനിയോ ഫാബ്രിക്കേഷൻ എന്ന ID-യിൽ നിന്ന് പറയുന്നു. കന്യാകുമാരിയിൽ എല്ലാവർക്കും പൈസയൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ നമ്മൾ പാലക്കാട് കണ്ടതാണ് വോട്ടിന് നോട്ട് എന്നുള്ളൊരു കോഴ ആരോപണം ഉണ്ടാവുന്നത്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാവരും പോയി പൈസ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരാൾക്കല്ലേ വോട്ട് കൊടുക്കാൻ പറ്റൂ. ഓരോ വോട്ടിന് 5000 രൂപ വരെയൊക്കെ കൊടുക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായാൽ ഉത്സവം പോലെ കാത്തിരിക്കും നേതാക്കന്മാരെ. എന്തിനാ പൈസ വരുന്നത് കാത്ത്?